ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ ഇൻ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ഓഫ് ദി കമ്പോണൻറ്റ് ഹൂസ് ഐസോമെട്രിക് വ്യൂ ഈസ് ഗിവൺ ബിലോ. ഐസോമെട്രിക് വ്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ വരയ്ക്കുക. ഏത് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക? തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ വരയ്ക്കുക. ഇപ്പോൾ തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഫ്രണ്ട് വ്യൂ നോക്കുന്ന ഡയറക്ഷൻ ഇതാണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ റെഫറൻസ് ലൈനായ എക്സ് ലൈൻ്റെ തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് എക്സ് ലൈൻ്റെ താഴെ ഫ്രണ്ട് വ്യൂ വരയ്ക്കുക, മുകളിൽ ടോപ്പ് വ്യൂ വരയ്ക്കുക. ഒബ്ജക്റ്റിൻ്റെ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, ടോപ്പ് വ്യൂ ഡയറക്ഷനാണ് നമുക്കറിയാം. സൈഡ് വ്യൂ നമുക്ക് ഈ സൈഡ് വ്യൂ നമുക്ക് വരയ്ക്കാം. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലായ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ ആണെന്ന്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനിൽ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ നമ്മൾ എവിടെ വരയ്ക്കുന്നു? ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ വരയ്ക്കുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ നമുക്ക് റെഫറൻസ് ലൈനായ എക്സ് ലൈൻ ആദ്യം വരയ്ക്കാം. നമ്മൾ റെഫറൻസ് ലൈനായ എക്സ് ലൈൻ വരച്ചു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് വ്യൂ നോക്കുകയാണ്. ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന സർഫസ് എന്ന് പറയുന്നത് ഇത്രയും സർഫസ് നമുക്ക് വ്യക്തമാണ്. അതുപോലെ ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. ശരിയല്ലേ? ഇത്രയും സർഫസ് കാണാൻ കഴിയും. ഇനി ഏതാ കാണാൻ പറ്റുന്നത്? ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഈ സർഫസും കാണാൻ പറ്റും. ശരിയല്ലേ? ഇത്ര മാത്രമല്ലേ നമുക്കിതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ ഈ ഡയറക്ഷനിലൂടെ നോക്കിയാൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കത് വരയ്ക്കാനായിട്ട് ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 50 തന്നിട്ടുണ്ടല്ലേ. നമുക്കത് മാർക്ക് ചെയ്യാം. $50 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഓക്കെ, ഇത് മുതൽ ഇതുവരെയുള്ള 50 നമ്മൾ മാർക്ക് ചെയ്തു. ദെൻ ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട് നോക്കിയേ, ഇത് 50 ആണല്ലേ. ഈ വീതി എത്രയും തന്നിട്ടുണ്ട് നമുക്ക്? ഈ വീതിയും നമുക്കിതാ ഇവിടെ തന്നിട്ടുണ്ട് 7 ആണ്. അപ്പോൾ ഇത് 7 mm ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം 7 mm. അതുപോലെ രണ്ടറ്റത്ത് മാർക്ക് ചെയ്യേണ്ടത് 7 mm. രണ്ടറ്റത്ത് നമ്മൾ 7 mm മാർക്ക് ചെയ്തു. ഓക്കെ, ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്? 7 + 7 14 ആണ്. ആ 14 നമുക്ക് മാർക്ക് ചെയ്യാം. mm. അതുപോലെ ഈ വശത്ത് നമ്മൾ എത്ര മാർക്ക് ചെയ്യണം? 14 മാർക്ക് ചെയ്യണം. 14 മാർക്ക് ചെയ്തു. ദെൻ അതിനുശേഷം ഇത് മുതൽ ഇതുവരെ 7 mm, ഇവിടെയും 7 mm. ഓക്കെ, നമുക്കൊരു 7 mm മാർക്ക് ചെയ്യാം. 7 mm നമ്മൾ അവിടെയും മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് ഒരു 7 mm മാർക്ക് ചെയ്തു. ശരിയല്ലേ? ദെൻ ഇവിടെ താഴേക്കൊരു 7 mm. രണ്ടറ്റത്തുണ്ടല്ലേ. 7 mm മാർക്ക് ചെയ്തു. ഇപ്പോൾ എത്രയായി? ഈ 14 ആയി, ഈ 7 ആയി, ദെൻ ഈ 7 ആയി. അതിനുശേഷം എന്ത് ചെയ്യുക? 7 mm എടുത്തുകൊണ്ട് ക്ലോസ് ചെയ്യുക. 7 ഇവിടെ എത്ര വരുന്നു? ഇവിടെയും 7 mm അല്ലേ. ഓക്കെ, 7 mm. ഇത് മുതൽ ഇതുവരെ എത്രയാണ്? നമ്മുടെ 14 തന്നെ വരും. 14 mm നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇവിടെയും അതുപോലെ 14 mm മാർക്ക് ചെയ്യുന്നു. ശരിയല്ലേ? രണ്ടറ്റത്തും നമ്മൾ 7 mm എടുക്കുന്നു. ഇവിടെയും എടുക്കണം, അതുപോലെ തന്നെ ഇവിടെയും 7 mm എടുക്കും. അതെന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ഇത് തന്നെയാണല്ലോ നമ്മളിതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ കാണുന്നത്. ഈ ഒരു സർഫസ് നമുക്ക് വ്യക്തമല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിങ്ങനെ തന്നെ അങ്ങ് മാർക്ക് ചെയ്യാം, ഫ്രണ്ട് വ്യൂ. ദെൻ ഈ ഒരു സർഫസും നമുക്ക് വ്യക്തമാണ്. ഓക്കെ, ഇത്ര മാത്രം തന്നെയാണല്ലോ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ശരിയല്ലേ? ഓക്കെ, നിങ്ങൾക്കിത് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വരച്ചേ. വളരെ എളുപ്പത്തിന് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇവിടെ ഒരു 50 എടുക്കാം, ഇവിടെ ഒരു 36 എടുക്കാം. സെൻട്രൽ ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ 7, ഇവിടെ 7, അങ്ങനെ പെട്ടെന്ന് അങ്ങ് മാർക്ക് ചെയ്ത് വരയ്ക്കാൻ പറ്റും. ഓക്കെ,
നിങ്ങൾക്ക് ആ സൈഡിൻ്റെ ഒരു ഐഡിയ ഇവിടെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ വരച്ചു വന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സർഫസാണ് നമുക്ക് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റുന്നത് അല്ലേ. ദെൻ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ടോപ്പ് വ്യൂ വരയ്ക്കാം. നമ്മളിതിൻ്റെ ടോപ്പ് വ്യൂവിലൂടെ നോക്കുമ്പോൾ, മുകളിൽ നോക്കുമ്പോൾ ഈ സർഫസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇത്രയും സർഫസ് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഈ ഇന്നർ സർഫസ് നമുക്ക് കാണാൻ കഴിയും അല്ലേ. ഇത്രയും നമുക്ക് കാണാൻ കഴിയില്ലേ. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ എന്ത് ചെയ്യുന്നു, അതിൽ നിന്നൊരു ലൈൻ പ്രൊജക്റ്റഡ് ലൈൻസ് വരയ്ക്കുന്നു അല്ലേ. പ്രൊജക്റ്റഡ് ലൈൻസ് നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കുന്നു. ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ മുകളിലേക്ക് വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ നോക്കിയേ, ഇത് മുതൽ ഇതുവരെ 43 ഇത് മുതൽ ഇതുവരെ 50 പറയുന്നുണ്ട്. നമ്മൾ ഈ പ്രൊജക്റ്റഡ് ലൈൻസ് കൂടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടിരുന്നാൽ നമുക്ക് വരയ്ക്കാൻ എളുപ്പമാണ്. അത് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്തിടുന്നു. ഓക്കെ, പ്രൊജക്റ്റഡ് ലൈൻസ് നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഇത് മുതൽ ഇതുവരെ 43 ആണ്. അത് നമുക്ക് മാർക്ക് ചെയ്യാം. 43 mm. ദെൻ മുകളിൽ 50 mm തന്നെയാണ്. ഇവിടെ നമ്മൾ എത്ര മാർക്ക് ചെയ്യുക, 43 mm മാർക്ക് ചെയ്യുക. ഓക്കെ, ദെൻ ഇവിടെ നിന്ന് 7 mm മാറ്റുക, ഇവിടെയും 7 mm മാറ്റുക. ഓക്കെ, അതിനെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തു. അതിനുശേഷം നമ്മൾ ഇതുവരെ ക്ലോസ് ചെയ്യുക. ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇതിൽ നിന്ന് 7 mm മാറ്റുക. ഇവിടെ നമ്മൾ 7 mm മാർക്ക് ചെയ്തു, ഇവിടെയും 7 mm മാർക്ക് ചെയ്തു. മനസ്സിലായോ? ഇത്രയും തന്നെയാണല്ലോ ഇതിൻ്റെ ടോപ്പ് വ്യൂ, ഈ 2 സർഫസ്. ഓക്കെ, ശരിയല്ലേ. നെക്സ്റ്റ് വരയ്ക്കേണ്ടതിൻ്റെ സൈഡ് വ്യൂ ആണ്. തേർഡ് ആംഗിൾ പ്രൊജക്ഷനാണ്. റൈറ്റ് സൈഡ് വ്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചിട്ടില്ലായിരുന്നു, നമ്മൾ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുകയാണ് അല്ലേ. ശരി, ഇത്രയാണ് കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ ഇത് വരയ്ക്കാനായിട്ട് നമ്മൾ എവിടെ വരയ്ക്കുന്നു, തേർഡ് ആംഗിൾ പ്രൊജക്ഷൻ ആയതുകൊണ്ട് ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ റൈറ്റ് സൈഡ് തന്നെയാണ് ആ ഒബ്ജക്റ്റിൻ്റെ റൈറ്റ് സൈഡ് വ്യൂ വരയ്ക്കുന്നത് അല്ലേ. അത് വരയ്ക്കാനായിട്ട് നമ്മൾ ഫ്രണ്ട് വ്യൂ വരച്ചതിൻ്റെ അതിൽ നിന്ന് പ്രൊജക്റ്റഡ് ലൈൻസ് മാർക്ക് ചെയ്യുന്നു. ശരിയല്ലേ. ഇത് മുതൽ ഇതുവരെ എത്രയുണ്ട്, ടോട്ടൽ 43 ഉണ്ട്. നമ്മൾ 43 മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതിനുശേഷം ഇത് മുതൽ ഇതുവരെ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണല്ലോ. അതായത് ടോട്ടൽ 21 mm ഇവിടെ 21 ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഉള്ളത് നമുക്ക് സൈഡ് വ്യൂയിലൂടെ കാണാൻ കഴിയും. ശരിയല്ലേ. ഇത്ര തന്നെയാണല്ലോ ഈ സർഫസും അതിൻ്റെ താഴെയുള്ള ആ സർഫസ്. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടെന്ന് കാണിക്കാൻ, ഇപ്പോൾ താഴെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട് അല്ലേ. നമുക്കത് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നിന്നൊരു 7 mm താഴേക്ക് എടുത്തതിന് ശേഷം, അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രൊജക്റ്റഡ് ലൈനിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഹിഡൻ ലൈനൂടെ മാർക്ക് ചെയ്യുക. ശരിയല്ലേ. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഡയമെൻഷൻ കൊടുക്കുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, ഡയമെൻഷൻസ് എല്ലാം കൊടുക്കുക. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, ദെൻ സൈഡ് വ്യൂ എല്ലാം മാർക്ക് ചെയ്യുക. ഓക്കെ.